ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഓണം സീരീസിൻ്റെ സെക്കൻഡ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് ഉത്രാടമായിട്ട് വൈകുന്നേരം പൂ വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ് ബുദ്ധ ജംഗ്ഷനിൽ. അപ്പോൾ കുറേ പൂവടപ്പുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് വാടാമുല്ല ഒരുപാടുണ്ടായിരുന്നു, പിന്നെ ബന്ദി, ജമന്തി, പിന്നെ കുറേ ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഈ വട്ടം ഒരു തരി പൂവില്ല, മഴയായതുകൊണ്ട് ഒന്നും കിട്ടിയില്ല. അപ്പോൾ എല്ലാം വാങ്ങിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ പൂവൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് താമര വേണമെന്നുള്ളത്. അത് കുറേ കഷ്ടപ്പെട്ടാണ് കിട്ടിയത്, അപ്പോൾ അതും കിട്ടിയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ വന്നപ്പോൾ നിനുവാണ് ഫുള്ള് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അവൾ ചോക്കും സ്കെയിലും ഒക്കെ എടുത്തങ്ങോട്ട് വരയ്ക്കാൻ തുടങ്ങി. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇന്ന് വരച്ച് വരാൻ. അപ്പം ഞാനും സഹായിച്ച്, പിന്നെ ഞങ്ങൾ കിടന്നും ഇരുന്നും എല്ലാമാണ് അതൊന്ന് വരച്ചെടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ പൂവൊക്കെ ഇനി ഇറുത്ത് വെക്കണമല്ലോ. അപ്പം ഞാൻ ഇതെല്ലാം എടുത്ത് നോക്കി, എല്ലാ ടൈപ്പ് പൂവും ഏതായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാനിപ്പോൾ ഇറുത്ത് വെക്കുകയാണ്. അങ്ങനെ പുള്ളിക്കാരി ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നിനോവിനാണ് കേട്ടോ. ആളാണ് ഡിസൈൻ കണ്ടുവച്ചത്, വരച്ചത്, പിന്നെ ഇപ്പം ഇടുന്നതും അവൾ തന്നെയാണ്. നമുക്കിനി അത്തപ്പം ഇടാം ഗൈസ്. നമ്മളങ്ങനെ അത്തപ്പൂ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ വിളക്കും ഒരുക്കി വെച്ചിട്ടുണ്ട് നിനോ. ഇനി കുറച്ചുകൂടെയൊക്കെ ഒന്ന് കളറാക്കാൻ വേണ്ടി നമ്മുടെ കയ്യിരിക്കുന്ന റോസ് പെറ്റൽസ് ഒക്കെ കൊണ്ടൊന്ന് ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വിളക്ക് കത്തിക്കാൻ. അപ്പോൾ നമുക്കിനി വിളക്ക് കത്തിക്കാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അത്തപ്പൂവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മൾ ഇലയൊന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഭയങ്കര അഭിമാനിക്കാൻ നമ്മുടെ വീട്ടിലെ പൂവൊന്നുമല്ല കേട്ടോ, എല്ലാം വാങ്ങിച്ചതാണ്. പിന്നെ വേറൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ താമരയാണ്. ഇതിനെ കിട്ടാൻ വേണ്ടി 2-3 കട കയറി കേട്ടോ. ഈ ഓണ ടൈമിൽ ഇത് കിട്ടാൻ ഭയങ്കര പാടാണ്. ഒന്നാമത്തെ കാര്യം, ഈ പൂ വാങ്ങിക്കാൻ നേരത്ത് ഈ താമരയൊന്നും അവർ വെക്കത്തില്ല. അപ്പം നമ്മളതങ്ങ് സത്യം പറഞ്ഞാൽ മറന്നു പോകും. പിന്നെന്ന് പറഞ്ഞാൽ ഉള്ള വിലയേക്കാൾ ഇവർ കൂട്ടിയിടും ഈ താമരയ്ക്ക്. അപ്പോൾ അങ്ങനെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എങ്കിൽ കൂടി എനിക്കത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിനൊരു സന്തോഷം, എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തല്ലോ, അതിൻ്റെ ഒരു സന്തോഷം. പിന്നെ നമ്മൾ വീട്ടിൽ ഇരുന്നാണ് ഇതെല്ലാം ഇടുന്നതെങ്കിലും ഇതിനെല്ലാം മാർഗിടുന്ന ആൾ എൻ്റെ അനിയത്തിയാണ് കേട്ടോ. അവളങ്ങ് മസ്കറ്റ് ചെയ്യുന്നതാണ് ഇതെല്ലാം മാർഗിടുന്നത്. അത് ശരിയായില്ല, ഇത് ശരിയായില്ല. അപ്പോൾ നമ്മളെല്ലാം നോക്കിക്കണ്ടാണ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ പപ്പായ്ക്ക് എല്ലാ കാര്യങ്ങളും അങ്ങ് സെലിബ്രേറ്റ് ചെയ്യണം. ഇൻ കേസ് ഒന്ന് നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര സങ്കടമാണ് പുള്ളിക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ മാക്സിമം നമ്മൾ എഫേർട്ട് ഇടാറുണ്ട് കേട്ടോ. ഉത്രാടത്തിന് ഞാൻ ഈ മഞ്ഞ ഡ്രസ്സാണ് ഇട്ടത്. ഓണമൊക്കെ അല്ലേ, മഞ്ഞ ഇരുന്നോട്ടേ എന്ന് വെച്ചു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഉത്രാടം ഹാപ്പിയാക്കി. അത് കഴിഞ്ഞ് തിരുവോണത്തിന് രാവിലെ അങ്ങ് എണീറ്റ് കേട്ടോ. എണീറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി മമ്മിയെ സഹായിക്കാൻ അടുക്കളയിലോട്ടൊക്കെ ഒന്ന് കയറാമെന്ന്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു തോന്നലൊക്കെ വന്നത്. മറ്റേ എല്ലാ ഓണത്തിനും ഞാൻ ആ കഴിക്കുന്ന ടൈം ആകുമ്പോൾ പോയിരിക്കും, കഴിക്കും, അത്രയൊക്കെ ഉള്ളൂ. ഈ വട്ടം എനിക്കെന്നെ അറിയത്തില്ല എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ മമ്മി പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തു അടുക്കളയിൽ ചെന്നിട്ട്. ഞാനപ്പോൾ ഇന്നലെ നൈറ്റ് മമ്മിയോട് പറഞ്ഞേ, നമുക്കിതെല്ലാം തലേന്ന് അരിഞ്ഞ് വെച്ചാലോ, മമ്മിക്ക് എളുപ്പമുണ്ടല്ലോ രാവിലെ എണീറ്റ്. അപ്പോൾ മമ്മി പറയണേ മമ്മിക്കത് താല്പര്യമില്ല, മമ്മി ഇന്നേ വരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, തിരുവോണം രാവിലെ എണീറ്റിട്ടാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നതെന്ന്. പിന്നെ ഞാൻ വിളിച്ചാൽ എന്നാൽ ശരിയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. അപ്പം സത്യം പറഞ്ഞാൽ ഒത്തിരിയും സാധനങ്ങൾ ഉണ്ടാക്കിയെങ്കിലും പെട്ടെന്ന് എല്ലാം തീർന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളിനിയിപ്പോൾ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇലയൊക്കെ ഇട്ട് കേട്ടോ. ഇതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ പ്രായമുള്ളവരാണ് എൻ്റെ യൂട്യൂബ് കണ്ട് ഓടിച്ചിട്ട് തല്ലും. കാരണം മമ്മി കുറച്ച് ബിസി ആയിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇലയെല്ലാം വെച്ചിട്ട് ഞാൻ വിളമ്പാം, എനിക്ക് വിളമ്പണമെന്ന് പറഞ്ഞു. അപ്പം മമ്മി ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ ഈ ഇല വിളമ്പിയത് തിരിച്ചാണേ. പക്ഷെ നമ്മൾ ആൻസിസ്റ്റേഴ്സിനാണല്ലോ ആദ്യം വിളമ്പി വെക്കുന്നത്. അത് നല്ല നീറ്റായിട്ട് മമ്മി വിളമ്പി വെച്ചു. എന്നാൽ അതിൻ്റെ ഒരു വീഡിയോയോ ഫോട്ടോയോ ഞാൻ എടുത്തില്ല. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തായിരുന്നു ഫുൾ കോൺസെൻട്രേഷൻ. അപ്പം ഇല തിരിച്ചാണ് വെച്ചത്. ഇനിയിപ്പം വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് കേട്ടോ.
കണ്ടപ്പോൾ ഇല തിരിഞ്ഞ് കിടക്കുന്നത് മമ്മിക്കും മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരിയും കത്തിയത്. പിന്നെ എല്ലാം റെഡിയാക്കിയിട്ടാണ് ഫുഡ് കഴിച്ചത് കേട്ടോ. കഴിച്ചോ, പായസം എനിക്കിത് കഴിക്കാൻ ഞാൻ ചോറ് ഇച്ചിരി കഴിക്കുന്നു. വേറെ എന്തൊക്കെ പായസം ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് അടപ്രഥമൻ കഴിഞ്ഞിട്ടുള്ള കാര്യമേ ഉള്ളൂ. അപ്പോൾ അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അല്ലെങ്കിലും ഞങ്ങളുടെ മമ്മി വിശേഷ അവസരങ്ങളിലൊക്കെ വെക്കുന്ന ഫുഡിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അടിച്ചു പൊളിച്ചാണ് സദ്യയൊക്കെ കഴിച്ചത്. പിന്നെ ഞാൻ ഓണത്തിനിട്ട് ഔട്ട്ഫിറ്റ് ഇതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഹാപ്പിയായി. പിന്നെ ഓണത്തിനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളായിരുന്നു. ബാക്കി എല്ലാവരും പല പല സ്ഥലത്തൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഓണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണം വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദിസ് നിധി സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.